ചേട്ടാ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ രാവിലെ ആശ്വാസകരമായ ഒരു വിധിന്യായത്തിന് പിന്നാലെ അല്ലെങ്കിൽ ഒരു ഒബ്സർവേഷന് പിന്നാലെ ഉച്ച കഴിഞ്ഞപ്പോഴത്തേനും ആ ആശ്വാസം തെല്ലൊന്ന് മങ്ങിയ പോലെ ഒരു പുതിയ വിധിന്യായം കൂടി വന്നിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ തിരുവനന്തപുരം തള്ളിയിരിക്കുകയാണ് കോടതി. അപ്പം ഹൈക്കോടതിയിൽ നിന്ന് ആദ്യത്തെ കേസിൽ ജാമ്യാപേക്ഷ ഇല്ലെങ്കിൽ പോലും നോട്ട് അറസ്റ്റ് കിട്ടിക്കഴിഞ്ഞു. താൽക്കാലികമായി അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള ഒരു വിധിന്യായം ആദ്യത്തെ കേസിൽ ഹൈക്കോടതിയിൽ നിന്ന് കിട്ടിയ ആശ്വാസത്തിൽ നിൽക്കുന്ന രാഹുലിൻ്റെ രണ്ടാമത്തെ കേസിൽ സെഷൻസ് കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളി. അപ്പോൾ ഇതിൻ്റെയൊക്കെ പിന്നിൽ ഇപ്പോൾ ജാമ്യാപേക്ഷ തള്ളിക്കളിക്കുന്നു. ഇപ്പോഴും അകത്ത് തന്നെ ഇതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന് ഒളിവിൽ കഴിയുന്നു. അതായത് കർണാടക വരെ പിടിക്കാൻ പോയ പോലീസ് ഇപ്പോൾ രാവിലത്തെ വിധിന്യായം കേട്ട ഉടനെ തിരിച്ചു പോരാൻ ഒരുങ്ങുമ്പോൾ അടുത്ത കേസിൽ അറസ്റ്റ് ചെയ്യാം എന്നുള്ള വിധി വരുമ്പോൾ വീണ്ടും പെട്ടിയും കിടക്കെടുത്ത് ഇങ്ങോട്ട് വന്നവർ അതുപോലെ തന്നെ കർണാടക തിരിച്ചു വരുന്നു എന്നുള്ളതായിരുന്നു രാവിലത്തെ ഒരു അപ്ഡേഷൻ. എന്തായാലും അറസ്റ്റ് ചെയ്യേണ്ടെന്ന് കോടതി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് വന്നല്ലേ പറ്റുള്ളൂ. അപ്പോൾ തിരിച്ചവർ വരുന്നു എന്ന് നോക്കിയിരുന്നപ്പോൾ പാവങ്ങൾ എല്ലാം കഴിഞ്ഞ് ടൂറൊക്കെ അവസാനിപ്പിച്ച് തിരിച്ചു വരാൻ നിൽക്കുമ്പോൾ അറസ്റ്റ് ചെയ്തോ അടുത്ത കേസൊക്കെ സെറ്റായിട്ടുണ്ട്, നിങ്ങൾ അവിടെ തന്നെ നിന്നോ എന്ന് പറയുമ്പോൾ വീണ്ടും കുറച്ച് അവധിക്കാലം കൂട്ടിക്കിട്ടിയ കുട്ടികളുടെ ആവേശത്തോടു കൂടി പോലീസ് തിരിച്ചു പോയി എന്ന് പറയേണ്ടി വരും. അപ്പോൾ അവരെന്തായാലും ഹാപ്പിയാണ്. എന്തായാലും ഈ ചേട്ടൻ പറഞ്ഞതുപോലെ തന്നെ ഗൾഫിലേക്ക് നമ്മുടെ പിണറായി വിജയൻ പോകുന്നതിന് മുന്നേ പെട്ടിയും കിടക്കെടുത്ത് ഇറങ്ങിയ ടീംസ് ഇപ്പോഴും ഒന്നും ആകാതെ 10 ദിവസം 11 ദിവസം ആയി എന്ന് തോന്നുന്നു ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കഥകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അവിടെയുണ്ട് ഇവിടെയുണ്ട് അപ്പുറത്തുണ്ട് ഇപ്പുറത്തുണ്ട്, പക്ഷേ പിടിക്കാൻ പറ്റിയിട്ടില്ല ഇതുവരെ. അതായത് പുകൾപെറ്റ പിണറായിയുടെ പോലീസ് കഴിഞ്ഞ 10 ദിവസമായിട്ട് ഇരട്ടിത്തപ്പയാണ്. അപ്പോൾ പോലീസിനെതിരെ ഇങ്ങനെ ആരോപണം ഉന്നയിക്കുമ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ ടെമ്പോ തെറ്റി നിൽക്കുകയാണ്. കാരണം ഇന്ന് തൃശ്ശൂർ പത്രസമ്മേളനത്തിൽ അദ്ദേഹം വളരെ ദേഷ്യത്തോടെ ഇന്നലെ, അതായത് CPM നേതാക്കൾ ആരും തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വളരെ കഠിനമായ വാക്കുകളൊന്നും പ്രയോഗിച്ചില്ല. പക്ഷെ അദ്ദേഹം ഇന്നലെ ലൈംഗിക വൈകൃതത്തിൻ്റെ ആളാണെന്നൊരു വാക്ക് പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ ഒരു ലൈംഗിക വൈകൃതത്തിൻ്റെ ആളിനെ ചുമക്കുന്നത് കോൺഗ്രസ് ആണെന്ന് പറഞ്ഞു. ഇന്ന് അദ്ദേഹം കർണാടകത്തിൽ അദ്ദേഹത്തിനെ സംരക്ഷിക്കുന്നത് കോൺഗ്രസ്സുകാരാണെന്ന് പറഞ്ഞു. ഇത് CPM തന്നെ ഒരു തെല്ല് അതിശയപ്പെടുത്തിയിട്ടുണ്ട്. അത് പറയേണ്ടി ഇരുന്നില്ല എന്ന് CPM തന്നെ സംസാരമുണ്ട്. അപ്പോൾ ഐശ്വര്യ, അതൊരു വശം. പക്ഷേ ഇവിടെ നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം, പിണറായിയുടെ പോലീസ്, പുകൾപ്പെട്ട പോലീസ് കഴിഞ്ഞ ഈ ദിവസങ്ങളിൽ ഈ ചെറുപ്പക്കാരന് പിറകെ, ഈ രാഹുൽ മാങ്കൂട്ടം എന്ന MLAക്ക് പിറകെ സഞ്ചരിക്കുമ്പോൾ അയാൾ ഏക്കർ കണക്കിന് പോലീസ് ഇങ്ങനെ നീക്കങ്ങൾ നടത്തുമ്പോൾ പോലീസിനകത്തുനിന്ന് തന്നെ രഹസ്യങ്ങൾ ചോർന്നു കിട്ടുന്നുണ്ടോ എന്നൊരു സംശയം പോലീസിന് തന്നെ ഉണ്ടാകുന്നുണ്ട്. അതായത് ഏക്കർ കണക്കിനുള്ള സ്ഥലത്ത് കോട്ടേജുകളിൽ മണിക്കൂറുകളിലാണ് ഇയാൾ മാറി മാറി താമസിച്ചു പോകുന്നത്. അതായത് ഇവർ ചെന്ന് എത്തുമ്പോഴത്തേക്കും അവിടുന്ന് 1 മണിക്കൂർ മുമ്പ് പോയെന്നാണ് ഇവർ അറിയുന്നത്. രണ്ടാമത്, ഒരുപാട് മുറികളുള്ള വലിയ കോട്ടേജുകളിൽ ഒരുപാട് സംരക്ഷകരൊക്കെ ഉള്ള സ്ഥലത്തേക്ക് ഈ 4-5 പോലീസ് ഓഫീസർമാർ കയറി ചെന്നാൽ ഇവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കായിക ശക്തികളൊക്കെ ഇവർ ഒന്നും അല്ലാതായി പോകും. അങ്ങനെയുള്ള സ്ഥലങ്ങളിലും ഈ ചെറുപ്പക്കാരൻ താമസിക്കുന്നുണ്ട്. ഇതിനകത്ത് മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ, തനിക്കെതിരെ ഇങ്ങനെ മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് പരാതി പോയാൽ താൻ എവിടെയെല്ലാം ഏതെല്ലാം ഒളിയിടങ്ങളിൽ താമസിക്കണം എന്നുള്ളത് ഈ മുൻകൂട്ടി തയ്യാറാക്കിയ ഒരു മാസ്റ്റർ പ്ലാൻ ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കയ്യിലുണ്ടായിരുന്നു. ആ മാസ്റ്റർ പ്ലാൻ പ്രകാരമാണ് ഈ പോളോ കാറിൽ വരെ അയാൾ കയറുന്നതെന്നാണ് പറയുന്നത്. അങ്ങനെയാണ് പോലീസിന് ഇപ്പോൾ മനസ്സിലായിരിക്കുന്നത്. കൃത്യമായിട്ട് ഒരു മാസ്റ്റർ പ്ലാൻ പ്രകാരമാണ് കാര്യങ്ങൾ നടക്കുന്നത്. ആഡംബര ഫാം ഹൗസുകൾ, വില്ലകൾ, ഇവിടങ്ങളിലൊക്കെയാണ് താമസിക്കുന്നത്. ഇതിന് കർണാടകത്തിലെ ഒരു പ്രമുഖ അഭിഭാഷകയാണ് സംരക്ഷണം കൊടുക്കുന്നത്. ഒരു സ്ത്രീ ആയിട്ടുള്ള വക്കീലാണ്, അതായത് പ്രമുഖ അഭിഭാഷകയാണ് സംരക്ഷണം കൊടുക്കുന്നത്. അത് കോൺഗ്രസ് നേതാക്കൾ ഏർപ്പാട് ചെയ്ത അഭിഭാഷക എന്നാണ് പറയുന്നത്. അതാണ് ഇതിൽ വ്യത്യസ്തമായ ഒരു കാര്യം. അത് മാത്രമല്ല, കർണാടകത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ ഇതിന് പിന്നിലുണ്ട് എന്ന് പറയുന്നുണ്ട്. പിന്നെ കേരള പോലീസും കർണാടകയിലെ പോലീസും കൂടെയാണ് ഇത് അന്വേഷിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ കർണാടക പോലീസിനകത്തുള്ള ചാരന്മാരും വേണമെങ്കിൽ ചോർത്തി കൊടുക്കാൻ സാധ്യതയുണ്ട്. ഇവർ ഒരുമിച്ചല്ലേ പോകുന്നത്. ഒരുമിച്ച് പോകുമെങ്കിലും കേരള പോലീസിനകത്ത് ചോർത്തി കൊടുക്കുന്നോ എന്നുള്ളൊരു സംശയം പറയുമ്പോഴും ഈ കർണാടക പോലീസിനകത്തുള്ളവർ ചോർത്തി കൊടുക്കുന്നില്ലെന്ന് ആര് കണ്ട്? അവരാരെങ്കിലും ചോർത്തി കൊടുത്താലോ? കാര്യം ഈ പറയുന്ന വക്കീലിന് ബന്ധമുണ്ടെങ്കിലോ? ഈ അഭിഭാഷകരും വക്കീലുമാരും വക്കീലും പോലീസും തമ്മിൽ നല്ല അടുപ്പമില്ല. അഭിഭാഷകരും പോലീസുകാരും അടുപ്പമുള്ള എത്രയോ പേരുണ്ട്. അങ്ങനെ ഇത് ചോർത്തി കൊടുക്കുന്നുണ്ട്. ഇതിനേക്കാൾ ഏറ്റവും പ്രധാനമായിട്ട് ഇവിടുത്തെ കോൺഗ്രസ് നേതാക്കൾ VD സതീശൻ തന്നെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. 27-ാം തീയതി ഞായറാഴ്ചയാണ്, കഴിഞ്ഞ മുമ്പത്തെ ഞായറാഴ്ചയാണെന്ന് തോന്നുന്നു, മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് ഈ പെൺകുട്ടി പരാതിയുമായി ചെല്ലുന്നത്. അപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പരാതിയുമായി ചെല്ലുമ്പോൾ പെട്ടെന്ന് ചെന്ന് കയറിക്കണ്ടെങ്കിൽ പരാതി കൊടുക്കാനൊന്നും പറ്റില്ല. മുഖ്യമന്ത്രി നാളെ ഓഫീസിലുണ്ടോ എന്ന് വിളിച്ചു ചോദിക്കുന്നു. നാളെ ഉണ്ട്, നിങ്ങൾ പോന്നോളൂ എന്ന് 26-ാം തീയതി CM ഓഫീസിൽ ചോദിക്കുവാണ്. ഈ CM ഓഫീസിലെ സമയം ചോദിച്ചിരിക്കുന്ന വിവരം രാഹുൽ മാങ്കൂട്ടത്തിന് ചോർന്ന് കിട്ടില്ല എന്ന് ആര് പറഞ്ഞു?
ചോർന്ന് കിട്ടിയിട്ടുണ്ടാകും. അത് രണ്ട്, ഇങ്ങനെ സി എമ്മിൻ്റെ ഓഫീസിലേക്ക് കിട്ടിയിരിക്കുന്നു, പിന്നെ ഇങ്ങനെ പരാതി കിട്ടുന്നു എന്നുണ്ടെങ്കിൽ ഈ പോലീസുകാർക്ക് അവിടെ നിന്ന് പാലക്കാട് വിളിച്ച് പറഞ്ഞാൽ പോരെ, ദേ ഇവിടെ ഇത് തരാൻ സാധ്യതയുണ്ട്, നിങ്ങളൊന്ന് നിരീക്ഷണത്തിലായിരിക്കണം എന്ന് പറഞ്ഞെങ്കിൽ 1 മണിക്കൂറിനകം ഇദ്ദേഹത്തെ പൊക്കാമായിരുന്നു. ഇതിന് ഈ പോലീസ് അതാണ് പറഞ്ഞത്, ഇവർക്കൊക്കെ അരണബുദ്ധിയാണ്. ഇവർക്കൊക്കെ ഈ പറയുന്ന ഇത്രയും വലിയ വിളംബരം നടത്തുന്ന പോലീസാണ്. നിങ്ങൾക്കറിയാം, ഇതേ കണക്ക് മുങ്ങിപ്പോകുന്നവരെ എല്ലാം, ഒളിവിൽ പോകുന്നവരെ പിടിക്കാൻ കഴിവുള്ള ഒരു ടീമാണ് SITയിലുള്ളത്. അങ്ങനെ ഒരു ടീമാണ് ഈ SIT ടീമിലുള്ളത്. അല്ല, ഉറപ്പായിട്ടും ഈ KM ഷാജഹാനെ അറസ്റ്റ് ചെയ്യാനായിട്ട് ഇവിടുന്ന് ഓർഡർ ഇടുന്നതിനും, അതായത് ഇവിടെ FIR തയ്യാറാകുമ്പോൾ തന്നെ, അല്ലെങ്കിൽ ഓർഡർ തയ്യാറാകുമ്പോൾ തന്നെ അവിടുത്തെ പോലീസ് ഇവിടുന്ന് കൊച്ചിയിൽ നിന്ന് ഇത്രയും മണിക്കൂറുകൾക്കുള്ളിൽ ഇവിടുന്ന് ഒരു പോകാനുള്ള കോടതി എടുത്ത് ചോദിച്ച ചോദ്യം അത് തന്നെയായിരുന്നു. KM ഷാജഹാൻ അത്രയും മണിക്കൂറുകളുടെ ഗ്യാപ്പ്, അതായത് ഇവിടുന്ന് ഓർഡർ വരുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം അവിടെ എത്തിയിരുന്നു. അതായത് അദ്ദേഹത്തിന് ചുറ്റും പോലീസുകാരുണ്ടായിരുന്നു. പ്ലാൻ ചെയ്ത് KM ഷാജഹാനെ പോലെ ഒരു മാധ്യമ പ്രവർത്തകനെ, അല്ലെങ്കിൽ ഒരു ഇത്രയും VSന്റെ വലങ്കയായിട്ട് നിന്നിരുന്ന ഒരു മനുഷ്യൻ്റെ അത്തരം ഒരാളെ പിടിക്കാനായിട്ട് പോലും ഇത്രയും ഇത് കാണിച്ചൊരു പോലീസിനും രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ ഒരാളെ പിടിക്കാനായിട്ട് നിസ്സാര സമയം മതി. തീർച്ചയായിട്ടും. അപ്പോൾ ഈ 10 ദിവസമായിട്ടും ഈ 10 ദിവസം കഴിയുമ്പോഴാണ് ആദ്യ കേസിൽ പിന്നെ ഹൈക്കോടതിയിൽ നിന്ന് ഇപ്പോൾ ഇത് വരുന്നത്, അതായത് അദ്ദേഹത്തിന് ജാമ്യം കിട്ടുന്നത്. അപ്പോഴത്തേക്കും രണ്ടാമത്തെ കേസ് തിരുവനന്തപുരം സെഷൻസ് കോടതിയിൽ വീണ്ടും വരുന്നു. അതിൽ അദ്ദേഹത്തിന് ജാമ്യം കിട്ടിയിട്ടില്ല. ആദ്യത്തെ കേസ് കേൾക്കാനായി 15-ാം തീയതി വരെ 15-ാം തീയതി കേസ് കേൾക്കുന്നുണ്ട്. ഏതായാലും ആദ്യം ഉണ്ടായിരിക്കുന്ന സംഭവത്തിൽ ചിലപ്പോൾ അദ്ദേഹത്തിന് ഇപ്പോൾ ഹൈക്കോടതി ജാമ്യം കൊടുത്തതിനകത്ത് ഒരുപാട് ലൂപ്പ് ഹോൾസ് ഉണ്ടായിരുന്നു. പരാതിക്കാരിയുടെ ഭാഗത്ത് തെറ്റുകൾ, കാര്യം വിവാഹം കഴിക്കാമെന്ന് വാഗ്ദാനം കൊടുത്ത് പിന്നെ വിവാഹിതയായ ഒരു സ്ത്രീയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്നുള്ള കാര്യമാണ് ആദ്യത്തേത്, അത് പൊളിഞ്ഞു. പക്ഷെ രണ്ടാമത്തെ കേസിൽ ഇപ്പോഴും ഈ പരാതിക്കാരിയായ കുട്ടി കോൺഗ്രസ് പാർട്ടിക്ക് കൊടുത്ത പരാതിയാണ്. ഈ പരാതിക്കാരിയുടെ മുഖം പോലും ഇല്ലെന്നൊക്കെയാണ് രാഹുലിൻ്റെ വക്കീൽ വാദിക്കുന്നത്. അപ്പോൾ രണ്ടാമത്തെ കേസിലെ പരാതിയിൽ കുറച്ച് കടുക്കാനുള്ള സാധ്യതയുണ്ട്. കാര്യം എന്ന് വെച്ചാൽ ഈ പെൺകുട്ടിയുടെ മൊഴി എടുക്കുകയാണെങ്കിൽ ഈ പെൺകുട്ടിയുടെ വീട്ടുകാരുടെ മൊഴി എടുക്കേണ്ടി വരും. ചിലപ്പോൾ രാഹുലിൻ്റെ വീട്ടുകാരുടെ മൊഴി എടുക്കേണ്ടി വരും. കാര്യം ഈ പെൺകുട്ടിയുടെ വീട്ടിൽ കല്യാണം ആലോചിച്ച് രാഹുലിൻ്റെ വീട്ടിൽ നിന്ന് പോയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതെ, ഈ പെൺകുട്ടിയെ, അതായത് ഇദ്ദേഹം പറയുന്ന യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് പോലും ആകുന്നതിന് മുമ്പ് ആണ് ആലോചന പോയത്. അപ്പോൾ ഒരു രാഷ്ട്രീയക്കാരൻ എന്ന രീതിയിൽ ഒന്നും ആകാതെ രാഹുൽ ഇരിക്കുന്ന സമയത്താണ് ഈ ആലോചന ചെല്ലുന്നത്. അതുകൊണ്ട് ആ വീട്ടുകാർ സമ്മതിച്ചില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ പരാതിയിൽ കുടുംബം കല്യാണം ആലോചിച്ചിരുന്നു എന്നൊരു സംഭവമുണ്ട്. അത് ഒരു പൂട്ട് വീഴാനുള്ള സാധ്യതയുണ്ട്. കാര്യം അവരുടെ വീട്ടുകാരെ ചോദ്യം ചെയ്യണം, അവരെ ചോദ്യം ചെയ്യണം. കാര്യം ഈ പെൺകുട്ടിയുമായി അവർ പൂങ്കുഴലി എന്ന IPS ഓഫീസറാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. അപ്പോൾ ആ വനിതാ പോലീസ് ഓഫീസർ ഇവരെ നിരന്തരം ബന്ധപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്. ഇനി അവരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ബാക്കി കാര്യങ്ങൾ നീങ്ങുള്ളൂ. അപ്പോൾ അങ്ങനെ ഇങ്ങനെ രണ്ടാമത്തെ കേസിൽ ഇപ്പം ജാമ്യം അനുവദിച്ചില്ല. അപ്പോൾ കേരള പോലീസിന് ഇതുവരെ അറസ്റ്റ് ചെയ്യാൻ കഴിയാത്തതിൻ്റെ കാരണം ആ ഒരു കുഴപ്പം, തെറ്റിനെ ചൂണ്ടിക്കാണിക്കുകയാണ് ഇവിടുത്തെ കോൺഗ്രസ് നേതാക്കളും ലീഗും. കാര്യം അവരുടെ കഴിവുകൾ, കാര്യം അങ്ങനെ അത് പ്രത്യക്ഷത്തിൽ അവർക്ക് പറയാൻ കഴിയും. കാര്യം അവരെ അടിക്കൂടെ ചിലപ്പോൾ രക്ഷിക്കുമായിരിക്കും, പക്ഷെ അവർ പറയുന്നത് ഇവരെ തന്നെ. കാര്യം ഇവർക്കല്ലേ സർക്കാരും ഭരണവും അധികാരമൊക്കെ ഉള്ളത്, അതും ഇവരുടെ കേടല്ലേ. അങ്ങനെയായിരിക്കും ലീഗ് വരെ ഇപ്പോൾ പറയുന്നുണ്ട്. ഏതായാലും രാഹുൽ മാങ്കൂട്ടം ബാംഗ്ലൂരുവിൽ ആണ് ഇതുവരെ ഒളിച്ചു താമസിച്ചത്. അത് കർണാടകത്തിലെ കോൺഗ്രസ് ആണ് സംരക്ഷണം നൽകുന്നത് എന്നും പിണറായി വിജയൻ പറയാതെ പറയുന്നുണ്ട്. നമ്മൾ ഇന്നലെ തന്നെ ഇവിടെ പത്രസമ്മേളനത്തിൽ നമ്മൾ കണ്ടു, പിണറായിക്ക് ആകെ ദേഷ്യം വന്നിരിക്കുക. പിണറായിയുടെ ഈ പറയുന്ന സംഭാഷണം കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റുന്നുണ്ട് പിണറായിയുടെ പോലീസിന് പറ്റിയിരിക്കുന്ന വീഴ്ചയിൽ പിണറായി ആകെ ദേഷ്യത്തിലാണ്. കാര്യം ഈ പറയുന്ന ഹൊസൂരിലും മംഗളൂരുവിലുമായിട്ട് കഴിഞ്ഞ 10 ദിവസമായിട്ട് ഈ രാഹുൽ മാങ്കൂട്ടം താമസിക്കായിരുന്നു. സംഘം എത്തുന്നതിന് 1 മണിക്കൂർ മുമ്പ് രക്ഷപ്പെടുകയായിരുന്നു. അന്വേഷണ സംഘത്തിനെ ഇങ്ങനെ കബളിപ്പിക്കുന്നതിൽ മുഖ്യമന്ത്രി വല്ലാതെ ഇതാകുന്നുണ്ട്. പിന്നെ രണ്ടാമത്, മുഖ്യമന്ത്രി ഇപ്പോൾ ഐശ്വര്യ തുടക്കത്തിൽ പറഞ്ഞ പോലെ അവരെ ഇങ്ങനെ തിരിച്ചു വാ മക്കളെ, ഇത് സൈബർ എടുത്ത് രാഹുലിൻ്റെ സൈബറുകാർ കളിയാക്കുന്നുണ്ട്, തിരിച്ച് കയറി വാടാ മക്കളെ എന്ന് പിണറായി വിജയൻ പറഞ്ഞപ്പോഴത്തേക്ക് കാണാം അടുത്ത വീണ്ടും ഊരിയിട്ട് നിക്കർ എടുത്തിടേണ്ടി വന്ന അവസ്ഥയായി. വീണ്ടും അത് ഇറങ്ങേണ്ടി വന്നു. അപ്പോൾ ഇങ്ങനെ പോലീസ് ഉദ്യോഗസ്ഥരെ CPMൻ്റെ റെഡ് വാളണ്ടിയർമാരെ ആക്കിയിരിക്കുകയാണോ എന്ന് രാഹുലിൻ്റെ സൈബർ ഇടം ഇപ്പോൾ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഇത്രയും കാര്യങ്ങൾ വരുമ്പോൾ പിണറായിയുടെ പോലീസ് പിണറായിക്ക് തന്നെ തലവേദനയായിരിക്കുന്ന ഒരു സന്ദർഭത്തിലേക്കാണ് പോകുന്നത്. അതാണ് ഈ പറയുന്ന പോലെ അദ്ദേഹം പറഞ്ഞത് രാഹുൽ ലൈംഗിക വൈകൃതങ്ങളുടെ ആളാണ് എന്ന ആ പ്രയോഗം പോലും CPMമാർക്കും ഇഷ്ടപ്പെട്ടില്ല. ഇത്ര കണ്ടങ്ങ് ഇദ്ദേഹം പറയേണ്ടത് ഉണ്ടായിരുന്നില്ല എന്ന്. കാര്യം MV ഗോവിന്ദൻ പോലും അങ്ങനെയൊന്നും കടുത്ത ഭാഷയിൽ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഒളിവിൽ പോകാൻ സഹായിക്കുന്നത് രാഹുലിൻ്റെ സഹപ്രവർത്തകർ തന്നെയാണ്, അത് കോൺഗ്രസ്സുകാർ തന്നെയാണ് എന്നും മുഖ്യമന്ത്രി പറയുന്നുണ്ട്. ഏതായാലും രാഹുലിനെ സംരക്ഷിക്കുന്നത് ആരാണ്, അല്ലെങ്കിൽ സംരക്ഷിച്ചത് ആരാണെന്ന് കൂടുതൽ പരിശോധനയിലേക്ക് പോകുമ്പോൾ നമുക്കറിയാൻ കഴിയും എന്നും പിണറായി വിജയൻ പറയാതെ പറയുകയാണ്. ഏതായാലും ഹൈക്കോടതിയുടെ നിലപാട് ഒരു സ്വാഭാവിക നീതി മാത്രമാണെന്നും ആണ് പിണറായി ഇന്നിപ്പോൾ
പറഞ്ഞിരിക്കുന്നത്. ക്രിമിനൽ സ്വഭാവമുള്ള വ്യക്തികളെ സംരക്ഷിക്കുന്ന പാർട്ടിയായി കോൺഗ്രസ് തീർന്നിരിക്കുന്നു എന്നുമാണ് അദ്ദേഹത്തിൻ്റെ മറ്റൊരു ഭാഷ്യം. ഏതായാലും ഇന്നലെയും ഇന്നുമായി മുഖ്യമന്ത്രി രാഹുലിൻ്റെ വിഷയത്തിൽ, പോലീസ് വിഷയത്തിൽ പൊട്ടിത്തെറിക്കുകയാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ പോലീസിന് സംരക്ഷണം, അതായത് രാഹുലിന് സംരക്ഷണം നൽകുന്നത് മുഖ്യമന്ത്രിയാണെന്നും അല്ല മറിച്ച് കോൺഗ്രസ് ആണെന്നും അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിച്ചുകൊണ്ടിരിക്കുക. ഏതായാലും ഈ അഭിഭാഷകയുടെ സഹായത്തിലാണ് ഈ പറയുന്ന രീതിയിൽ രാഹുൽ ഇപ്പോഴും നിൽക്കുന്നത്. അഭിഭാഷകയുടെ സഹായിയായിട്ടുള്ള ഒരു ആളിനെ പോലീസ് പിടിച്ചിട്ടുണ്ട്, പോലീസ് ചോദ്യം ചെയ്യുന്നുണ്ട്. പിന്നെ ഒന്നുകൂടെ നമുക്കിത് പറയാം, രാഹുലിൻ്റെ സൈബർ ഗ്രൂപ്പ് രാഹുലിന് പാരയായി തീർന്നിരിക്കുന്നു എന്നൊരു വാർത്ത കൂടെ വരുന്നുണ്ട്. അതായത് ഈ അതിജീവിതകളെ വല്ലാതെ വേട്ടയാടുന്ന സൈബർ ഗ്രൂപ്പിൻ്റെ ആള് എന്ന രീതിയിൽ രാഹുലിനെതിരെ കേസ് വരും. കാര്യം ഇങ്ങനെ ഒരു പട്ടാളത്തെ വെച്ച് കാര്യങ്ങൾ ചെയ്യുന്നത് പോലെ രാഹുലിന് വേണ്ടി പണിയെടുക്കുന്ന ഒരു സൈബർ ഗ്രൂപ്പുണ്ട്. ആ സൈബർ ഗ്രൂപ്പിൻ്റെ രക്ഷാധികാരി രാഹുലാണ് എന്ന് പ്രോസിക്യൂഷൻ അടുത്തൊരു കേസ് രാഹുലിനെതിരെ വാദിക്കും. ഇതെല്ലാം തെളിവുകളാണ്. ഈ പെൺകുട്ടിക്കെതിരെ പറഞ്ഞ് ഇവരെല്ലാം ഇട്ടിരിക്കുന്ന പോസ്റ്ററുകൾ എല്ലാം തെളിവാണ്. അതൊരു വലിയ തെളിവ്. കാര്യം രക്ഷിക്കാനായി കൂടിയ സൈബർ കൂട്ടങ്ങൾ രാഹുലിന് തന്നെ തലവേദനയാകുന്നു. രണ്ട്, ഈ പറയുന്ന എറണാകുളത്ത് ആ പറയുന്ന റിനി ജോർജ് എന്ന് പറയുന്ന പെൺകുട്ടിയുടെ വീട്ടിലേക്ക് തട്ടിക്കളയും രാഹുലിനെ ഇനി പറഞ്ഞാൽ എന്ന് പറഞ്ഞ് രണ്ടുപേര് ചെന്ന് വധഭീഷണി മുടക്കിയതായിട്ടും വാർത്ത. പക്ഷേ ഇതൊക്കെ രാഹുലിന് ആൾക്കാർ തന്നെ ആവണം എന്നൊരു ചോദ്യം ചെയ്താൽ അറിയാൻ പറ്റില്ല. ഒരു നിർബന്ധമില്ലല്ലോ. ഇപ്പൊ ഇങ്ങനെ നിൽക്കുന്ന ഒരു കേസിൽ റീനിയുടെ വീട്ടിൽ ചെന്നിട്ട് ഒരാൾ വധഭീഷണി മുഴക്കി എന്ന് പറയുമ്പോൾ അത് ചിലപ്പോൾ രാഹുൽ പറഞ്ഞിട്ടാണെന്നല്ല, രാഹുലിന്റെ ആളുകളാവണം എന്ന് പോലും ഇല്ല. ഈ കേസ് സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ട് രാഹുലിനെ കൊടുക്കണമെന്ന് വിചാരിക്കുന്ന എതിർ പാർട്ടിക്കാരും ആകാമല്ലോ. അതൊരു മറ്റൊരു വശമെന്ന് രണ്ടാമതേ അത് വരുള്ളൂ. അത് രണ്ടാമതേ വരൂ. പ്രത്യക്ഷത്തിൽ പരാതി കൊടുക്കുമ്പോൾ ആര്? രാഹുലിൻ്റെ ആൾക്കാർ എന്നേ വരുള്ളൂ. ഏതായാലും മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വന്തം പാർട്ടിക്കകത്തും അദ്ദേഹത്തിൻ്റെ സർക്കാരിനും, അതായത് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ LDF മുന്നണിയിലും ആകെ നാശകോശം. കാര്യം അദ്ദേഹത്തിനെതിരെ പറയുന്നത് ഇത് മനഃപൂർവ്വം പിടിക്കാത്തതാണ്. കാരണം എന്താ, ഇലക്ഷൻ അടുത്ത് വരുമ്പോൾ ഇലക്ഷൻ അന്ന് പിടിച്ച് പേരുണ്ടാക്കാനെന്ന് പറയുമ്പോഴും സത്യാവസ്ഥ പോലീസിന് കിട്ടുന്നില്ല. ഏക്കർ കണക്കിന് സ്ഥലത്ത് വലിയ വലിയ കോട്ടേജുകളിൽ, ഒരുപാട് മുറികളുള്ള കോട്ടേജിൽ ഏത് മുറിയിലായിരിക്കും എന്ന് പോലും അറിയാൻ പറ്റില്ല. കാര്യം പോലീസ് ചെല്ലുമ്പോഴത്തേക്ക് അവിടുന്ന് ആ ഒരു മണിക്കൂറിനകത്ത് അവിടുന്ന് പോയി ചെല്ലുമ്പോൾ അവിടുന്ന് പോയതായി വാർത്തകളാണ് വരുന്നത്. ഇതെല്ലാം വളരെ നാണക്കേടാണ് കേരള പോലീസിനെ സംബന്ധിച്ച്. പുകഴ്പെറ്റ പോലീസ്, ഇപ്പോൾ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ അല്ലേ, ഇടയ്ക്ക് നമ്മൾ പറഞ്ഞതുപോലെ 26-ാം തീയതി അന്വേഷിച്ചെങ്കിൽ 27-ാം തീയതി ഇവരുടെ വലയത്തിനുള്ളിൽ രാഹുലിനെ നിർത്തിയിരുന്നെങ്കിൽ അവിടുന്ന് രാഹുൽ പാലക്കാട് നിന്ന് തന്നെ പോകത്തില്ലായിരുന്നു. അപ്പോൾ അവിടെ മുതൽ വീഴ്ച ആരംഭിക്കുകയാണ്. ശരി, ഇത് എക്സ്ക്ലൂസീവ് കൊടുക്കും.